ഹായ് നമസ്കാരം. ഇന്ന് നമ്മുടെ പോത്തുംകാല് എങ്ങനെ റെഡിയാക്കാമെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരികയാണ്. ആദ്യം നമ്മൾ സവാള അരിഞ്ഞെടുക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തക്കാളി അരിഞ്ഞെടുക്കുന്നു. തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. നല്ല ചെറുതായിട്ട് തന്നെ അത് അരിഞ്ഞെടുത്തതിന് ശേഷം മുളക് എരിക്ക് പച്ചമുളക് കൂടി അരിയണം. പച്ചമുളക് അരിഞ്ഞു. അതേപോലെ നമ്മൾ നല്ല പോത്തുംകാല്, നല്ല അടിപൊളി ഫ്രഷ് പോത്തുംകാലാണ്. പുളിമൂട് എൻ്റെ സുഹൃത്ത് എൻ്റെ അസീമിൻ്റെ ഇറച്ചി കഴിയുന്ന അവൻ പോത്തുംകാല് വേണമെന്ന് പറഞ്ഞപ്പോൾ നല്ല ഫ്രഷ് പോത്തുംകുട്ടിയുടെ കാലാണ് വെട്ടി തന്നത് കേട്ടോ. അടിപൊളിയായി തന്നു. അല്ലാതെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഈ ഒരുപാട് സമയം അല്ല പാത്രത്തിലിട്ട് വേവിക്കുന്ന ഒരു സമയ ലാഭത്തിന് വേണ്ടി നമ്മൾ കുക്കറിലിട്ടൊരു 8 വിസിൽ ആവിയേറ്റി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി വരും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ന്യൂ ഫേസ് ഓഫ് വിഷൻ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം, മാക്സിമം പ്രോത്സാഹനം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ പേജ് അൻസർ തോട്ടുമുഖ് അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാചകങ്ങളെല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പിന്നെ തക്കാളി, അതേപോലെ തന്നെ പച്ചമുളക് ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോത്തുംകാല്, നല്ല ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്ന പോത്തുംകാല് ആ പാത്രത്തിലേക്ക് ഇട്ട് അത് നന്നായി മസാല പിടിക്കാൻ വേണ്ടി നന്നായിട്ട് അത് ഒരു ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ന്യൂ ഫേസ് ഓഫ് വിഷൻ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ മീറ്റ് മസാല ഇടുകയാണ്. മീറ്റ് മസാല ആവശ്യത്തിനെല്ലാം ഇടുക. മീറ്റ് മസാല ഇട്ടു. അതിനുശേഷം മുളക് പൊടി ഇടുന്നു. അതിനുശേഷം മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ മസാലകളെല്ലാം ഒരുമിച്ച് പൊടിച്ച മസാലകളെല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി അത് കഴിഞ്ഞാൽ കുറച്ച് വേവിച്ചാൽ മതി. കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് വെള്ളം കൂടി വെച്ച് നന്നായിട്ട് അതിനെ പാചകം ചെയ്തിരുന്നുണ്ടെങ്കിൽ പൊതുങ്ങാലക്കാലം പാകത്തിനായിട്ടുണ്ട്. നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല വറ്റി നല്ല അടിപൊളിയായി പോത്തുംകാല്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കണ്ടപ്പോഴേ എനിക്കൊന്ന് ഒരുപാട് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ സ്വന്തമായി കുക്ക് ചെയ്തതാണ്. അടിപൊളിയാണ് കേട്ടോ. അത് ചപ്പാത്തിയുടെ കൂടെ പോത്തുംകാല് കഴിക്കുകയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ന്യൂ ഫേസ് ഓഫ് വിഷൻ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം, മാക്സിമം പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ പോത്തുംകാല് ഞാൻ കഴിക്കാനാണ്. എൻ്റെ മസാലയുള്ള ഗ്രേവി അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റ്. പറഞ്ഞിരിക്കാൻ കേട്ടോ, അടിപൊളി. അതേപോലെ പോത്തുംകാലിന് അവൻ്റെ മജ്ജ തട്ടിയിടുന്ന കേട്ടോ, അത് അടിപൊളിയാണ് കേട്ടോ. അത് വീഴുന്ന കേട്ടോ. ഹായ്, എന്തൊരു രസമാണെന്ന് അറിയാൻ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പാചകം ചെയ്ത് എങ്ങനെ ഞാൻ വ്യക്തമായി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. അപ്പം അൻസർ തോട്ടുമുഖ് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ ന്യൂ ഫേസ് ഓഫ് വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം, മാക്സിമം പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് സാറ്റർഡേയിലുള്ള ഈ നല്ല മഴയത്തുള്ള ഒരു പാചകമാണ്. എന്നാലും വളരെ സൂപ്പറായിരുന്നു, ഗംഭീരമായിരുന്നു. ഞങ്ങൾക്ക് നന്നായി കഴിച്ചു. ഓക്കെ, നല്ല രസമായിരുന്നു കേട്ടോ, വളരെ രസമായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇത് പാചകം ചെയ്യാം. നല്ല ഫ്രഷ് പോത്തുംകാല് വാങ്ങുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ പാചകം ചെയ്യാം. ഓക്കെ.